പറഞ്ഞുതരാം. പക്ഷെ ഞാൻ പറയുന്ന ഒരു കാര്യം ഒന്ന് മനസ്സിൽ ഇമാജിൻ ചെയ്യുക. ഒരു ജീനി, ഒരു ഭൂതം പ്രത്യക്ഷപ്പെടുകയാണ്. ഭൂതം ഒരു ആഗ്രഹം സാധ്യമാക്കി തരും. രോഷണയുടെ ഒരാഗ്രഹം സാധ്യമാക്കി തരും. അപ്പൊ അങ്ങനെ ഒരു അവസരം വന്നു കഴിഞ്ഞാൽ എന്താഗ്രഹം അദ്ദേഹത്തോട് പറയും, ആ ഭൂതത്തോട് എന്താഗ്രഹം പറയും, അതൊന്ന് മനസ്സിലാലോചിക്കുക. ഓക്കെ ഓക്കെ അപ്പൊ മനസ്സിലൊരാഗ്രഹമുണ്ട്. വലത് കൈ നീട്ടാമോ? ജസ്റ്റ് ഇങ്ങനെ എന്റെ കണ്ണിലേക്ക് നോക്കിയിട്ട് ആ ആഗ്രഹം ആ ഭൂതത്തോട് പറയുന്നതായിട്ട് ഇങ്ങനെ മനസ്സിലാലോചിക്കുക. അതിനിടയിൽ ഇതുമായിട്ട് ബന്ധമില്ലാത്തൊരു കാര്യം, 1-നും 20-നും ഇടയിൽ ഒരു നമ്പർ പെട്ടെന്ന് മനസ്സിലാലോചിക്കാം. കണ്ണിൽ നോക്കിയിട്ട് എന്റെ കണ്ണിൽ തന്നെ നോക്കി. 10-ന് താഴെയുള്ള നമ്പറാണ് 5. പറഞ്ഞുതരാം. ഇനി കണ്ണിൽ തന്നെ നോക്കിയിട്ട് പെട്ടെന്ന് മനസ്സിലാക്കി വരുന്ന ഒരു കളർ ഒന്ന് മനസ്സിലാലോചിക്കുക. ഇങ്ങനെ ആ കളർ ഇങ്ങനെ മനസ്സിൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ആ കളറിലുള്ള എന്തെങ്കിലുമൊക്കെ പ്രകൃതി ദൃശ്യം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് മനസ്സിൽ ഇമാജിൻ ചെയ്യുക. എനിക്കൊരു വെള്ളമൊക്കെ കാണാൻ പറ്റുന്നുണ്ട്, കടലൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. എനിക്ക് ഒരു കടലല്ലേ മനസ്സിലാലോചിച്ച്? ബ്ലൂ ആയിരുന്നു അല്ലേ കളർ? ഓക്കെ ജസ്റ്റ് ഇത്രയും നേരം റോഷൻ എന്റെ മുന്നിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം ഞാൻ അങ്ങോട്ട് പറയാം. ജന്മനക്ഷത്രം അശ്വതിയാണ്, ശരിയല്ലേ? ആണ്. റോഷൻ വർക്ക് ചെയ്യുന്നല്ലേ പറഞ്ഞു? ആണ്. കുറച്ച് കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ? ആണ്. ഞാൻ പറഞ്ഞു ഭൂതത്തോട് ഒരാഗ്രഹമേ ചോദിക്കാൻ പാടുള്ളൂ, പക്ഷെ 1-2 ആഗ്രഹമൊക്കെ പറഞ്ഞു തോന്നണല്ലേ? കടമെല്ലാം തീർത്തു തരണമെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. ആണ്. പക്ഷെ ഒരാഗ്രഹം കൂടെ ഉണ്ട്. ഈ ആഗ്രഹത്തില് ഒരാള് കൂടെ ഉണ്ട്, ശരിയല്ലേ? ഒരു കണക്ഷൻ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. 2 പേർ വിവാഹം നടത്തി തരണമെന്നാണോ പറഞ്ഞത്? ഓക്കെ, താങ്ക് യു.